രണ്ടാളുടെ കുളിയൊക്കെ കഴിഞ്ഞോ? നമുക്കിനി ചായ കുടിക്കാൻ പോയാലോ? പ്രതിവേട്ടം പുറത്തു പോയേക്കുക. മോളെ പ്രദീപ് എന്നിട്ട് കുടിക്കാം. പലരിക്ക് സാധനമൊക്കെ തീർന്നു. ദൈവം ഒരു വഴി കാണിക്കാതിരിക്കില്ല. ഇല്ല, ബാബുവേട്ട എത്തി. 100 ആയിസാണ്. എന്താ രണ്ടുപേരും ഒരു കുശലം പറിച്ചില്? എന്റെ കുറ്റം പറയാണോ? ഏയ്, കിട്ടുന്ന സമയത്തൊക്കെ ഈ അച്ഛനമ്മമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ബാബുവിനെ പറ്റി എന്ത് കുറ്റം പറയാനാണ്? അല്ല, എപ്പോ നോക്കിയാൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണല്ലോ. നിങ്ങൾ രണ്ടാളും ഈ ബോനോളി കളിക്കാണ് ഈ രണ്ടാളും കല്യാണം കഴിച്ചത്. ബാബു, ഞാനൊരു നേഴ്സിനാക്കാനുള്ള പരിപാടിയൊന്നുമില്ല. ഞാനൊരു തമാശ പറഞ്ഞാടോ. അമ്മയെ കണ്ടെത്തിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ള തീരുമാനത്തിലാവാമോ? എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു അല്ലേ? ഓ, പ്രതിഭ, ഞാൻ ഉദ്ദേശിച്ച അത്രയൊന്നും കിട്ടിയിട്ടില്ലടാ. എന്നാലും കാര്യങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. എന്നാലേ ഞാൻ ആ കാതിരാജിൻ്റെ അടമ്പരയിൽ പോയിട്ട് വരട്ടെ. ഇവിടേക്കല്ലേ എന്തെങ്കിലും തരാതിരിക്കില്ല. മുദാസേ, നീ മാലാക്കയെ കണ്ടിട്ടുണ്ടോ? ആ പോടാ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പ്രദീപിനോട് പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. ഈ ഒരു കാര്യം ചെയ്യും. പ്രദീപൻ വരുമ്പോ ക്യാഷ് കൊടുക്കും. കാണാൻ കിട്ടുന്നില്ലല്ലോ. ഓരോ തിരക്കിലാണ്, അതുകൊണ്ട് വരാം. എന്നാൽ ഓക്കെ, നിങ്ങൾ പോയിക്കോളി എന്നാല് കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തു വിടാം. എൻ്റെ കുറച്ചും കൂടി സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ കൂട്ടാം. ഓക്കെ. ഇവരെനിക്കറിയാം. ഇവരെ ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി വിടലുണ്ട്. എൻ്റെ പേര് പ്രദീപൻ എന്നാണ് അമ്മ. ഒറ്റയ്ക്കുള്ളൂ. അതെ. എന്തു പറ്റി ഉമ്മക്ക്? രാവിലെ ഹോസ്പിറ്റലിൽ പോകാറുള്ളോ? ഒന്നുമില്ല മോളെ. ഉമ്മ അങ്ങാടിയിൽ തലയ്ക്കൊന്നും ഞാനിങ്ങോട്ട് പോകുന്നതാ. അയ്യോ, ദൈവം കാത്തു. ഇതിപ്പോ ഇടക്കിടക്ക് ഉണ്ടല്ലോ തലറ്റത്. ഇല്ല മോനെ, എനിക്ക് ഇപ്പോഴും എല്ലാം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഉമ്മ, ഞാനിവിടെ അടുത്തുള്ള വൃദ്ധസദനത്തിലെ സ്റ്റാഫാണ്. ഉമ്മക്ക് ഇവിടെ ആരെല്ലാം ഉണ്ട്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഉമ്മാക്കൊരു മകനുണ്ട്. ഇവിടെ പോയിട്ട് 4 വർഷമായി. ഉമ്മാന്റെ മോനെ അവിടെ പോയതാണ്. മോനെ ഫിറോസേ, എണീക്കടാ. ഇന്ന് പണിക്കൊന്നും പോണില്ലേ? ഞാൻ ഒരുപാട് നേരമായി ഉണർന്നിട്ട്. ഇന്ന പൊന്നാര പാത്തുവിനെ കണി കണ്ടു പോയാലല്ലേ എനിക്ക് ഓർഡർ കിട്ടുള്ളൂ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, എന്നെ കണി കണ്ടത് മതി. ഒരു പെണ്ണിട്ടാ നോക്ക്. വയസ്സ് കുറേ. ഞാൻ ആ രാജനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ കണി ആയത് തന്നെ. ഇജ്ജറിഞ്ഞോ? നമ്മളെ ബഷീറാജി മോളൊക്കെ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. ആ രാജൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. ആണോ? ചെറുതാവ് സ്കൂളിൽ നിന്ന് കണ്ടതാ. അവൾക്ക് 19 വയസ്സായി കാണും. ഉമ്മ, അവർക്ക് പൈസ കൊടുത്ത് പുതിയാപ്പിള വാങ്ങാൻ കഴിയും. എടാ ഫിറോസേ, നമുക്കൊരു കൈ നോക്കിയാലോ? നാട്ടുകൂടെ കണ്ടിട്ട് ആനയെ മേടിക്കാൻ പറ്റുമോ ഉമ്മ? അതൊക്കെ പറ്റൂടാ. നിങ്ങൾ മുമ്പ് എന്നെ കിടന്ന കിടപ്പിൽ നിന്ന് കൊല്ലടിക്കും. ഞാൻ പണിക്ക് പോവാണ്. മഴയുണ്ട്, ഞാൻ പോയി നോക്കട്ടെ.
ഇമ്മ ഞാൻ പോവട്ടാ. ഇമ്മ എന്താടാ ഇമ്മാന്റെ സ്വപ്നത്തിലെ മരുമകളാണ് ആ പോണേ. പോടൊന്ന് ജിന്നെ കളിയാക്കണ്ട. പടച്ചോന്റെ വീണ്ടും കണ്ടെങ്കിലേ ഏത് ഷെയ്ക്കിന്റെ മോളി ഇമ്മക്ക് മരുവളായി കിട്ടും. എന്നാ ശരി. അല്ല എന്റെ കുട്ടീനെ കാത്തോളണേ. രാജാ ദേവന് കുട്ടിയൊക്കെ സുഖമാണല്ലേ? ആണവായ ശേഷി തളരാതെ ഇറാൻ വരനെ ആവശ്യമുണ്ട്. അറിവുണ്ട് രാജാ. രാജാ രാജനെ അല്ലറ ബ്രോക്കർ പണിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. കാര്യമായിട്ടൊന്നുമില്ല. അവസാനം മോൾക്ക് ഇപ്പോൾ നമുക്ക് നല്ലൊരു ആലോചന കിട്ടുമല്ലോ. അവിടെ വയസ്സൊക്കെ അറിയാലോ. അവൾക്ക് വയസ്സിനൊത്തൊരു പുതിയ അപ്പോൾ നമുക്ക് കിട്ടണം. കുറച്ചു കാലം നാട്ടിലുണ്ടാവൂലേ? കല്യാണം കഴിഞ്ഞാൽ ഉടനെ പോകണം, ആവശ്യങ്ങളുണ്ടേ. രാജാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇത് വെച്ചോളൂ. കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡായിക്കോട്ടെ കേട്ടോ. ശരി. ആ മുതലാളി വന്ന വലിയ തിരക്കാണ് ഇപ്പൊ അല്ലേ? ആചാര മോൾക്ക് നല്ലൊരു കാര്യം പോയൊക്കെയുണ്ട്, അതിന്റെ തിരക്കിലാണ്. ഞാൻ നിന്നൊന്ന് കാണാൻ നിൽക്കുന്നേ. ഞാൻ പറഞ്ഞ ഫിറോസിന്റെ കാര്യം എന്തായി? താത്താ, ഫിറോസിന്റെ വയസ്സാണ് പ്രശ്നം. നല്ല മഴ ചെയ്താലും അങ്ങോട്ട് കയറിക്കോ. ആചാര മോൾക്കും അത് തന്നെ പ്രശ്നം. നമ്മളെ ഫിറോസും ആചാര മോളും നല്ല ജോഡിയാണ്. ഓരൊക്കെ നല്ല പൈസക്കാരല്ലേ? അതിനെ ആചാര് പൈസ ഒന്നും നോക്കണില്ല, നല്ല ചെക്കനെ കിട്ടിയാൽ മതി. സമയമാകുമ്പോ ഒക്കെ നടന്നോളൂ. ഫിറോസിനും ജോലി കിട്ടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചതാ. ഓന്റെ പഠിപ്പിനത്തെ ജോലിയൊന്നും അവനിപ്പോൾ ആയിട്ടില്ല. ഞാനവിടെ പോവാണ്, ആചാര്യൻ അവിടെ കാത്തിട്ടുണ്ട്. എടാ ഞാൻ നാട്ടിലല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഞാൻ എന്തിനാ വന്നത് അറിയില്ലേ? എന്തൊക്കെയാ പ്രശ്നം? ഒന്നും പറയണ്ട, മലേഷ്യയിലെ കാര്യങ്ങളൊക്കെ ഒരു കഥയാണ്. പെട്ടെന്ന് ഇപ്പം എങ്ങനെയാ അങ്ങോട്ട് പോവാ? മോളെ കാര്യങ്ങളൊന്നും കഴിയാതെ. അത് പറഞ്ഞപ്പോഴാണ് രാജനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയല്ലേ പോകുന്നു. അത് നന്നായി. മാട്രിമോണി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇന്ന് നടക്കാൻ അതൊക്കെ. രാജ ഇവിടെ ഉണ്ടല്ലോ. രാജ ഒന്ന് പറഞ്ഞേ. രാജ എന്താ ഇക്ക പറഞ്ഞ കാര്യം, മോളെ കാര്യം? ഒന്നോക്കുമ്പോൾ മറ്റൊന്നോക്കൂല. എന്താ രാജ പറയുന്നത്? ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഫാത്തിമാന്റെ മോന്റെ കാര്യം. ആര്? ഫിറോസോ? അതൊരു കലാശില്ലേ? അത് നല്ല ചെറുക്കനാണല്ലോ, നല്ല വിദ്യാഭ്യാസമുണ്ട്. എങ്കിൽ നമുക്ക് നോക്കിയാലോ? അത് ശരിയാണല്ലോ. ആചാരെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ആ ചെറിയൊരു വീടേനുള്ളൂ, ആ പണ്ടത്തെ വീടില്ലേ. രാജ ചോദൊഴിക്കുന്നവർ ഓലപ്പുഴി കിടന്നൊരു കാലഘട്ടമില്ലേ? ഫിറോസിന്റെ വെല്ലിപ്പാണ് എന്നെ മലേഷ്യയിൽ കൊണ്ടുപോയത്. അവിടെ നിന്ന് ഉണ്ടായതാണ് ഈ കാണുന്നതൊക്കെ. എന്നാലേ ആ ഫാത്തിമനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറയോ? മാഷേ ഏത് ക്ലാസ്സിലാണ്? സാറ് 10 ചെയ്യല. 10 ചെയ്യാം. അറിയോ?
ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന പേരിൽ ആഘോഷ സമൂഹം അറിഞ്ഞിടുന്നു. സഞ്ജയ്, സഞ്ജയ് എന്താ ഉറങ്ങണത്? രാത്രി നന്നായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അതെയോ, എന്നാ മോൻ ഗ്ലൂക്കോസമീകമായാൽ ബീറ്റയോ ഇൻസുലിൻ നിർമ്മിക്കുന്നു. സാറേ, കഞ്ഞിപ്പുരയിൽ കമലമ്മ തലയേറ്റ് കൊണ്ടിട്ടുണ്ട്. എന്ത് പറ്റി? മോശം എന്ത് പറ്റി? കമലമ്മൻ്റെ മോൻ്റെ ജന്മദിനാണെന്നല്ലേ? ജന്മദിനാണ് സന്തോഷിക്കാനല്ലേ വേണ്ടത്? കമലമ്മക്ക് തന്നെ അറിയില്ല മോൻ എവിടെയുള്ളത്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറി ഇരിക്ക്. സുഖല്ലേ? കുറേ ആയി കണ്ടിട്ട്. നല്ലത് തന്നെ. ഞാൻ ഇക്കാനൊന്ന് വിളിക്കട്ടെ കേട്ടോ. ഇക്ക, ഫാത്തിമാത്ത വന്നടേ. ആഹാ, ആരാത് ഫാത്തിമേ? എന്തൊക്കെ വിശേഷം? സുഖം തന്നെയാണ്. രാജനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മളെ മക്കളെ കാര്യം. എന്താണ് നിന്റെ അഭിപ്രായം? രണ്ടാൾക്കും കല്യാണപ്രായം കഴിഞ്ഞു. സന്തോഷമേ ഉള്ളൂ. പഠിച്ചോൻ്റെ കള്ള ഉണ്ടെങ്കിലൊക്കെ നടക്കും. അല്ല, മോളെവിടെ? കുറേ ആയി ഒന്ന് കണ്ടിട്ട്. അതിനെന്താ, വിളിക്കാലോ. മോളെ ഫർസാന, ഒന്നിനു വന്നേ. എന്താ മോളെ, സുഖല്ലേ? എന്നാ ഞാൻ പോട്ടെ, മോ വരാൻ നേരായി. ചായ കുടിക്കാതെ പോലെ. ചായ കുടിക്കാം, ചായ കുടിച്ചിട്ട് പോകാം. അയാളിപ്പോ നേരെ മുമ്പ് വരേ, ഇനി വരാലോ. എടാ ഫിറോസേ, എന്നോട് ബഷീറാലിറ്റി അവിടെ വരെ ഒന്ന് ചെല്ലാൻ. നിനക്ക് കളി കാണാനേ അവിടെ ഒരാൾ കാത്തിരിക്കണ്ടേ. വേഗം പോയി ഓളന്നുണ്ട് കൂട്ടിക്കൊണ്ടുവരേ. നിങ്ങൾ എന്നെ ബഷീറാജിന്റെ കാര്യത്തിനാപ്പോ ഇമ്മ ഞാൻ പോകുന്നില്ല. എനിക്ക് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി മതി. നീ ഒന്ന് പോയി കാണടാ. ആ പെൺകുട്ടിനെ മാത്രം നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി. ഓളെ പൈസ ഒന്നും നമുക്ക് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല കുട്ടിയാണടാ. ആ പോയി കാണും കഴിഞ്ഞാ എന്നാ പിന്നെ ഇപ്പൊ ഞാൻ നിന്നെ കാണണേ. അപ്പൊ പെണ്ണിന് നിന്നെ കണ്ടേ? അത് ശരിയാണല്ലോ. സന്തോഷായിട്ട്. എന്താണ് ഉമ്മ, നിങ്ങളിങ്ങോട്ട് മാറിന്നോളെ, ഞാൻ ചെയ്യാം. വേണ്ട, മോളവിടെ പോയിക്കോ. ഇത് എനിക്കുള്ള പണി തന്നെ ഉള്ളൂ. മോളെ, ഇത് നമ്മളെ വീടല്ല, ഇത് കല്യാണമായിട്ടേ വാടകയ്ക്ക് എടുത്ത വീടാണ്. മോള് ചെല്ലേ, നമുക്ക് പോയി ചായ കുടിക്കാം. ഫിറോസ് എണീറ്റോ? ആ, കുളിക്കുന്നുണ്ടോ? നല്ല അടിപൊളി സാധനം. ബെസ്റ്റ് ചായ. മീൻ്റെ നാറ്റം കൊടുത്ത് കുടിക്കാൻ പോലും കൊള്ളില്ല. ആ, വരി കേറിക്കോളി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. സുഖാണല്ലോ. വരിപ്പോ നിങ്ങൾ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. നമുക്കൊരു കാര്യം പറയാനുണ്ട്.
നാളെ പോവാണേ. ആ പോവാറായല്ലേ? പോകേണ്ട കാര്യമുണ്ടേ. അവിടെ ചെന്നിട്ട് ബിസിനസിന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഒരു മീറ്റിംഗ് എല്ലാം ഉണ്ട്. ഇതിനൊക്കെ ആവശ്യമില്ലല്ലോ. ഞങ്ങളിപ്പോ കഴിച്ചു പറഞ്ഞ പോലെ നോക്കെ നിങ്ങൾ വിളിക്കേ എത്തിയിട്ട്. മോക്കെന്തോന്ന് പറയാണ്ടെന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ തീരെ പിടിക്കണില്ല. ഫിറോസ്ക്കും കൂടെ പോന്നോട്ടെ. ഫിറോസിന്റെ ഉമ്മ ഇവിടെ തനിച്ചാവൂലേ? ഫിറോസിനോടും ഉമ്മനോടും സംസാരിച്ചിട്ടേ നമുക്ക് തീരുമാനം ഉണ്ടാകും. ശരി വാപ്പച്ചി. എന്നാ അങ്ങനെ ചെയ്യാം മോളെ. എന്തോ വാപ്പച്ചിയുടെ ഒരു കുശലം പറച്ചില്? ഓ അതോ, എന്റെ ഫിറോസ്കേനും കൊണ്ട് ഞാൻ മലേഷ്യക്ക് പറക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാം. എന്നെയും കൊണ്ടോ? ഉമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. എന്നാ ഇവിടെ നിങ്ങൾ ഉമ്മയെ നോക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പോവാണ്. ഇമ്മാനെ മറന്നിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ. എന്തെങ്ങനെ പ്രശ്നം? ഉമ്മ, വാപ്പച്ചി ഞങ്ങളോട് ഹണിമൂണിന് മലേഷ്യക്ക് വരാൻ പറഞ്ഞു. ഫിറോസ്ക വരണില്ലെന്ന്. മോള് ബേജാറാവണ്ട, ഞാൻ അവനോട് പറഞ്ഞോളാം. അതൊന്നും ശരിയാവൂല. ഉമ്മാനെ ഒറ്റക്കാക്കിട്ട് ഞാൻ ഒടുക്കും പോകില്ല. കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാണ്. കെട്ടികളും കുട്ടിയൊക്കെ പോകേണ്ടി വരുമല്ലോ അടുത്തേക്ക്. എന്നാ ഉമ്മയും പോരും. ഞാൻ എന്നും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാം. എൻ്റെ വാപ്പച്ചിയാണെങ്കിലേ ഞാൻ എവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാലും എന്നെ കൊണ്ടുപോയിരുന്നു. അതേപോലെ ഓട് പറഞ്ഞ ഉജ്ജും കേൾക്ക്. വാപ്പച്ചി നമ്മളെ വിട്ടുപോയിട്ട് 18 കൊല്ലം കഴിഞ്ഞു. അയ്യേ, ഫാത്തിമവും അങ്ങനെ സെന്റി ആവല്ലേ? ഞാൻ സെന്റ് ആവണം, തുജാപ്പ സെന്റ് ആവണം. എൻ്റെ മക്കള് പോയിട്ട് വരെ. എനിക്കിവിടെ അയൽവക്കക്കാരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പോവാനുള്ളത് നോക്കിക്കോളി. ശരി മക്കളെ, നാളെ പോയിട്ട് വരും. ഞാൻ എത്തിയിട്ട് ആരാ ഇത്? പ്രദീപനോ? കുറേ ബൈക്ക് കണ്ടിട്ട്. ഉമ്മ അവിടെ ഇല്ലേ? ഒന്ന് കാണാൻ പറ്റുമോ? നോക്കാൻ ആളിനായിട്ട് കഷ്ടപ്പെടുക, തീരെ വയ്യ. എന്നാൽ പിന്നെ ഉമ്മാനെ ഞാൻ വൃദ്ധസ്ഥാനത്തിലേക്ക് കൊണ്ടുപോട്ടെ. അതാണ് നല്ലത്. ഞാനപ്പോൾ എപ്പോഴും വീട്ടിലും ഉണ്ടാവില്ല. അവിടെ ആകുമ്പോൾ നോക്കാൻ ആളുണ്ട്, പിന്നെ ഞാനുണ്ടല്ലോ. നിങ്ങളെ ദൈവം കാക്കട്ടെ. ഇതാരാ പ്രതിവേട്ട ഇത്? പറയാം, ഇവര് നമ്മളെ കൂടെ ഉണ്ടാവും. മലേഷ്യക്ക് ഹണിമൂണിന് പോയതാ, ഒരു വിവരമില്ല. ആ ഒന്നും നിർത്തിക്കാടാ. എന്തമ്മ? ആ മാവുമ്പോ നോക്കാൻ നല്ല പൊത്ത മാങ്ങ. ഉമ്മ ഇപ്പൊ ഉഷാറായല്ലോ. അതിന് എൻ്റെ മോനെ നല്ലോ നോക്കണുണ്ട്. പിന്നെ എങ്ങനെ ഉഷാറാവാതിരിക്കുക? അല്ല, കുറെ ആയല്ലോ തള്ളി നടക്കൽ തുടങ്ങിയിട്ട്. നമുക്കൊന്ന് ഇറങ്ങി നടക്കണ്ടേ? ഉമ്മ ഉമ്മ ഒറ്റയ്ക്ക് നടന്നു നോക്കി. എന്നെ കൊണ്ട് പറ്റുമോ? അല്ല ഉമ്മ. ഞാനിപ്പോഴും എൻ്റെ അമ്മയെ തേടിക്കൊണ്ടിരിക്കുന്നു. സാരല്ലേടാ, എൻ്റെ കുട്ടിയല്ലേ, ഞാൻ എൻ്റെ അമ്മയും. ശരി, നമുക്ക് അങ്ങോട്ട് പോവുക. അതുപോലെ അവിടെ നമ്മൾ ആ കരയുന്നുണ്ടാവും. മോളെ, ഫ്ലാറ്റൊക്കെ ഓക്കെ അല്ലേ? കുറച്ച് തിരക്കിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ.
ദിവസമായി നിന്നെ തേടി നടക്കുന്നു. 2 വർഷത്തെ കോഴ്സിന് പോയതല്ലേ, ഇപ്പൊ എത്ര വർഷമായി? എല്ലാം പഠിച്ചെന്റെ തീരുമാനമല്ലേ. ഇവിടെ വെച്ചാണ് അന്ന് നമ്മൾ അവസാനമായി കണ്ടത്. എന്നെ എത്രയും പെട്ടെന്ന് കെട്ടിക്കാനുള്ള നീക്കം പാപ്പച്ചി നടത്തുന്നുണ്ട്. ഇന്നും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ ബന്ധം ഒരിക്കലും വീട്ടിൽ പറയാൻ പറ്റില്ല. എനിക്ക് പിടിച്ചു നിൽക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. 2 വർഷം കൊണ്ട് എന്റെ കോഴ്സ് തീരും. പിന്നെ നിന്നെ കൊണ്ട് UK പറക്കും. ഇനി 2 വർഷം കഴിഞ്ഞാലേ കാണൂ. ഇന്ന് രാത്രി ഞാൻ UK പോകും. നീ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമായിരുന്നില്ലേ? ഞാൻ ചതിച്ചതല്ല. UK വെച്ച് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. റിക്കവറാവാൻ ഒരുപാട് സമയമെടുത്തു. ഹലോ ആനം, എവിടെ? ഇതാണ് നിന്റെ ലേഡീസ് ഹോസ്റ്റലല്ലേ? ഇതിന് വേണ്ടിട്ടാണല്ലോ നീ എന്റെ കൂട്ടാതെ ഒറ്റക്ക് പോണേ ഇല്ലേ? സൈറ്റിലേക്ക് വാ. ഇതിനാട്ട കാര്യം ഞാനാണോ അവനാണോ നിന്റെ ഭർത്താവ്? അവനാണോ ഞാനാണോ നിന്റെ ഭർത്താവ്? എന്റെ ശരീരം ജീവിക്കുന്നത് നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയുന്നത്? എന്താണ് നീ പറഞ്ഞത്? നിങ്ങൾ എന്നെ അടിച്ചല്ലേ? അതെ. എന്റെ പാപ്പച്ചി പോലും എന്നെ അടിച്ചിട്ടില്ല. അതിന്റെ കുറവാണ് നിനക്ക്. നാളെ തന്നെ പോണോ? പെട്ടിയൊക്കെ പാക്ക് ചെയ്തോ? എന്നെ തല്ലിയവന്റെ കൂടെ ഞാൻ ഇനി ഇങ്ങോട്ടില്ല. ഇത് എന്റെ ഫ്ലാറ്റാ. ഇവിടെ നിങ്ങൾ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇത് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഇതൊട്ട് എന്നോട് അച്ഛൻ ഇട്ട് വിട്ട് പോകണം. നിങ്ങളല്ലേ തുറമുഖത്തുണ്ടായിരുന്ന ആള്? ഇവിടെ കടകളൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ക്ലാസ്
അതുകൊണ്ട് തന്നെ അഞ്ചാറ് പണം കൊണ്ട് ചായ നക്കിയിട്ടുണ്ട് പോവാ മുണ്ടാതെ കായ് നോക്കണം വെള്ളക്കാണ്ട കായ് നോക്കണം പൈസ കൊണ്ട് പോണ പന്നി എന്താ ഭാസ്കരേട്ടാ പ്രശ്നം? അവൻ പഴംപൊരി ചായ ഒക്കെ കഴിച്ചിട്ട് കാശ് എത്രയില്ലേ അപ്പൊ ദുഃഖമൊന്നും കഴിക്കാത്തോ ഭാസ്കരേട്ടാ എത്ര പൈസ വന്നിട്ടുള്ള? പഴംപൊരി ചായ കഴിച്ചിട്ട് 100 രൂപ ഞാൻ തരാം. അപ്പൊ തന്റെ പേര്, വീട് എവിടെ? അപ്പൊ ഈ എന്റെ നാട്ടിലാണല്ലേ? നാളെ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം. എന്തൊക്കെ ദിവസം വീട് പൂട്ടി കിടക്കാനുള്ള? ആരാ അവിടെ? ആളില്ല. ചേച്ചി, എന്റെ ഉമ്മ അവിടെ. ജീവനോടെ ഉണ്ട്. ഹനുമാന് പോയിട്ട് ഉമ്മാനും മറന്നോ? എവിടെ എന്റെ ഫർസാന? ചേച്ചി, ഇപ്പൊ ഉമ്മാനോട് ഇതൊന്നും പറയണ്ട. ഇവിടെ ഉമ്മ ഉള്ളത്. ഇവിടെയാണോ? ഫാത്തിമ എന്നുള്ളൊരു ഉമ്മയില്ലേ ഇവിടെ? അവരൊന്ന് കാണാൻ വേണ്ടിട്ടാ. അവരുടെ മകനാണ് ഇവൻ. ആരാ വന്നേക്കുന്നു? ഫിറോസ്, ഇനി എന്താ ഇതിൻ്റെ പരിപാടി? ഉമ്മാനെ വിളിച്ചു കൊണ്ടുപോകണം, വീടൊന്ന് വൃത്തിയാക്കണം, പിന്നെ എൻ്റെ പഴയ പണിക്ക് പോകണം. അതന്നെയാടാ നല്ലത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിനക്കൊക്കെ ജെട്ടിയിലേക്ക് വന്ന് അവിടെ പണി ഉണ്ടാവും ചെയ്യും. അയാവൊന്നും വേണ്ട ജമാലെ, ഞാനേ എൻ്റെ പഴയ പണിക്ക് ഞാൻ പോയിക്കോളാം. മുന്താസേ, പൈപ്പിലെ വെള്ളം നിന്നിക്കണല്ലോ. ഇമ്മ, നിങ്ങൾ ഇനി ചെടി അനക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലേക്ക് പോവാനോ? വേണ്ട മോനെ, ഇനിയുള്ള കാലം ഞാൻ ഇവിടെ തന്നെ. ഇവരെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല.
ഇന്ന് ഉമ്മാനെ കണ്ടിട്ട് നമുക്ക് പ്രദീപിനൊന്ന് കാണണം. ഇമ്മ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? വീട്ടിൽ പോകേണ്ട കാര്യം. ഉമ്മ ഇതാരാ? ഇതാ എൻ്റെ മോൻ ഫിറോസ്. ആഹാ, ഫിറോസ് എത്തിയോ? ഉമ്മാക്ക് ഉമ്മാന്റെ മകനെ കിട്ടിയില്ലേ? ഉമ്മാക്ക് ഭാഗ്യമുണ്ട്. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കൂ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓനാണ് പ്രദീപ്. ഞങ്ങളൊക്കെ ഓനാണ് നോക്കണത്. ഇനിയിപ്പോൾ ഉമ്മാനെ നോക്കാൻ ഞാനുണ്ടല്ലോ. അത് ശരിയാവും പറഞ്ഞത്. ഞാൻ എങ്ങോട്ടും ഇല്ല മോനെ, ഞാൻ എൻ്റെ കൂടെ നിന്നോണ്ട്. ഉമ്മയിന് വരും തോന്നുന്നുണ്ടോ? ഇനി എന്താ ചെയ്യാ? ഇമ്മ ഇപ്പോൾ മോനായി കാണുന്നത് ആ പ്രദീപിനെയാണ്. എനിക്ക് തോന്നുന്നതേ പ്രദീപ് ഇനി പറഞ്ഞാലേ ഉമ്മ കേൾക്കുള്ളൂ. എന്നാൽ നമുക്ക് ഓനോട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചോ. ആ, ഞാനിവിടെ ഓഫീസിലുണ്ടാവും. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ മുന്താസിനെ കണ്ടാൽ മതി. പ്രദീപ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? പ്രദീപ, ഉമ്മാൻ എൻ്റെ കൂടെ അയക്കണം. ഉമ്മാൻ എൻ്റെ കൂടെ നിർത്തണം എന്നുണ്ട്. അതിൽ ഞാനെന്ത് പറയാനാ? ഫിറോസും ഉമ്മയും തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെയും പറഞ്ഞു വിടാനുള്ള അവകാശമില്ല, പിടിച്ചു വെക്കാനും. ഓരോരുത്തരും സുഖം തേടി പോകുമ്പോൾ മാതാപിതാക്കളെ ഓർക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കാലൊക്കെ വന്ന് പിടിക്കേണ്ടി വരും. അപ്പൊ നീ എൻ്റെ ഉമ്മാനെ വിട്ടല്ലേ? എന്താ ഫിറോസ് ഇത്? പ്രദീപ നമുക്ക് സംസാരിക്കാം. സംസാരിക്കണം. എന്തും മങ്ങൾ എൻ്റെ അവിടെ ഒന്നും ഉണ്ടാത്തത്? പോടാ, ഇന്നലെ പ്രദീപിനെ തല്ലിയില്ലേ? നീ ഒന്നും ഗുണം പിടിക്കൂലടാ. ഉമ്മ, ഞാൻ നിങ്ങളെ മോനല്ലേ? എവിടെയായിരുന്നു എൻ്റെ പുന്നാര മോൻ? എനിക്ക് വയ്യാണ്ടിരുന്നപ്പോഴേ ആ പ്രദീപനെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ നോക്കാന്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ, മരിക്കാൻ കിടന്ന സമയത്തെ എന്നെ ഈ നിലയിലെത്തിച്ച് എൻ്റെ പ്രദീപ. ഉമ്മ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഉമ്മാനെ കൊണ്ടുപോകാനാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ പോകുന്നൂടെ? ഞാൻ വരുന്നില്ല. നീ നിന്റെ പർസാനിനെയും കൊണ്ട് അവിടെ സുഖമായി ജീവിച്ചോ. എന്നെ കാണണം എന്ന് തോന്നുമ്പോ ഈ ഇങ്ങോട്ട് വന്നു. അതല്ലമ്മ, അതിൽ വേറൊരു കാര്യം. നീ ഉണ്ടായിരുന്നു. അവൾക്ക് കല്യാണത്തിന് മുമ്പേ ഒരു കാമുകനുണ്ടായിരുന്നു മലേഷ്യയിൽ. അവളെ കണ്ടപ്പോൾ ഫിറോസിനെ വിട്ട് കണ്ട് അവിടെ പോയി. നീ പറയാൻ നമുക്ക് ഐസെറ്റോടുള്ള സംസാരിക്കും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വേണ്ടതുപോലെ ചെയ്യട്ടോ. സാറ് ഫിറോസിന്റെ ഉമ്മനെ കൊണ്ടുപോകണം. എത്ര വിളിച്ചും വരുന്നില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഫിറോസിന്റെ ഉമ്മ ഇവിടെ വന്നത്. പ്രദീപിന്റെ നോട്ടം കൊണ്ടാണ് ഉമ്മ ഇപ്പോൾ എണീച്ച് നടക്കുന്നത്. അപ്പോൾ പ്രദീപിന് നാടും വീടൊന്നുമില്ലേ? പ്രദീപിനും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും. അവന്റെ ചെറുപ്പത്തിൽ തന്നെ വേർപിരിഞ്ഞു. എന്നിട്ടിപ്പോ അവരെവിടെയുണ്ട്? അമ്മയെ വേറെ കല്യാണം കഴിച്ചു, കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. പ്രദീപൻ അച്ഛന്റെ അടുത്തായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. അമ്മയുടെ അടുത്തേക്ക് പോയില്ലേ? ഒരുപാട് അന്വേഷിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. എന്നിട്ട് എന്റെ അപ്പനാണ് ഇവിടെ കൊണ്ടാക്കിയത്. രണ്ടാമത് കല്യാണം കഴിച്ചത് കോയമ്പത്തൂരിക്കല്ലേ? പിന്നെ അവിടെ ഒന്നും അന്വേഷിച്ചില്ലേ? അതൊരു വാടക വീടായിരുന്നു. അവര് വീട് ഒഴിവാക്കി അവിടെ നിന്ന് പോയി. പിന്നെ ഒരു വിവരവുമില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്തോ. അപ്പോൾ ഇനി അന്വേഷിക്കാൻ ഒരു മാർഗം ഇല്ല സാറേ? അവന്റെ കയ്യിൽ അമ്മന്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, വേറെ ഒന്നുമില്ല. എന്നാ ശരി. ഓക്കെ. പ്രദീപിനോട് പ്രദീപ, കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴാണ് അറിഞ്ഞത്. എന്നോട് പ്രദീപ നീ പൊറുക്കണം. സാറില്ല ഫിറോസിന്റെ ഉമ്മയെ കിട്ടിയില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണുന്ന തോന്നുമ്പോൾ ഈ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഫോട്ടോ നോക്കാം. എന്ത് ഫിറോസ് നീ ആലോചിക്കുന്നത്? ഇവന്റെ അമ്മനെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കണം. നീ വാ. ജമാല, ഒന്നുണ്ട് വന്ന. എന്താടാ? അതെ,
ജമാലെ നാളെ അർജൻറ്റായിട്ട് കഞ്ചിക്കോട് സ്കൂൾ വരെ ഒന്ന് പോകണം. ആയിക്കോട്ടെ, നമുക്ക് നാളെ രാവിലെ പോവാം കേട്ടോ. എനിക്കൊരു ചെറിയൊരു പണിയുണ്ട്, അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. എനിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ശരി. ഓക്കെ, ശരി. ഉമ്മ, നമുക്കൊന്നൊരു അതിഥിയുണ്ട്. ആരാ മോനേത്? ഞാൻ പോകുന്ന സ്കൂളിൽ കഞ്ഞി വെക്കുന്ന കമലമ്മയാണിത്. എന്നാ വരുമ്പോ കുറച്ച് ചായ കുടിക്കാൻ പോയിട്ട്. അതാണ് പ്രദീപന്റെ അമ്മ. പ്രദീപനോട് പോയി. റൂമിലുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അമ്മയെ കൂട്ടി പ്രതിവിന്റെ റൂമിലേക്ക് പോവാം. വരും. അമ്മ, ആ ഫോട്ടോയുള്ള ആളെ മനസ്സിലായ? ഞാനും എൻ്റെ മോനും. മോന്റെ പേരെന്താ? ആ, ഇതാ കിടക്കുന്ന പ്രദീപന്. പ്രദീപേട്ടാ, മോനെ ഇതാ എൻ്റെ അമ്മേനടാ. അമ്മ നീ എൻ്റെ ഉമ്മാനെ ഒരുപാട് നോക്കിയില്ലടാ. അതിന് ഞാൻ നിനക്ക് നിന്റെ അമ്മനെ കൊടുക്കുന്നില്ലേ? ഫിറോസ്, നിന്റെ അമ്മേനടാ, നിന്റെയും കൂടെ അമ്മേടാ. നമ്മളെ ഉമ്മേടത്, നമ്മളെ ഉമ്മയും അമ്മയും. അതെ, അങ്ങനെ തന്നെ. നമ്മളെ ഉമ്മയും അമ്മയും തന്നെ.